പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹം നിറഞ്ഞവരെ, ഈ അഖണ്ഡ ആരാധനയുടെ ഈ ദിവസം ഇവിടെ പ്രാർത്ഥിക്കാനായിട്ടായിരിക്കുന്ന ഈ കൂട്ടായ്മയോട് ചേർന്ന് ആ ദിവസം നമുക്ക് ധ്യാനിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു വാക്യമാണ്. ഈശോയുടെ തിരുഹൃദയം ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്യമാണ്, ഈശോയുടെ തിരുഹൃദയം ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഓർമ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. കുർബാനയുടെ സമയം നമ്മളൊരു ഓർമ്മ കൊണ്ടാടുന്ന സമയമാണ്. ഒരിക്കൽ ഒരു പയ്യൻ അവൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നത്? ഉടനെ അവൻ പറഞ്ഞു, വെച്ചാൽ കാര്യം നടക്കാനാണ്. അപ്പോൾ പലർക്കും കുർബാന അർപ്പണത്തിന് പോകുമ്പോഴത്തേനുണ്ടാകുന്ന ഒരു ചിന്ത, നിയോഗങ്ങൾ സമർപ്പിച്ച് നിയോഗങ്ങൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. നല്ലതാണ്, ഒരു തെറ്റുമില്ല. കുർബാന അർപ്പണത്തിൽ നമ്മുടെ നിയോഗങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പങ്കുവെക്കാം. പക്ഷെ കുർബാന അർപ്പണത്തിന് പോകുമ്പോൾ എന്റെ ഒന്നാമത്തെ മോട്ടീവ് നിയോഗം സാധിക്കുക എന്നതാകണോ എന്നതാണ് നമ്മുടെ ഒരു ചോദ്യം. കുർബാന അർപ്പണത്തിന് പോകുമ്പോൾ എന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്റെ നിയോഗങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് അത് നേടിയെടുക്കണം എന്നതാകണോ? പ്രിയപ്പെട്ടവരെ, കുർബാന അർപ്പണത്തിന് പോകുമ്പോൾ അതിലും ശ്രേഷ്ഠമായ ഒരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. ഒന്നാമത്തെ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഞാൻ കുർബാന അർപ്പണത്തിന് പോകുന്നത് ഈശോയെ സ്നേഹിക്കാനായിട്ട് ആണ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരണം. കുർബാന അർപ്പണത്തിന് പോകുന്നത് ഞാൻ ഈശോയെ സ്നേഹിക്കാനായിട്ട് പോകുന്ന ഒരു യാത്രയാണ്. നമ്മൾ ഈ മരണ വീടുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മരണ വീട്ടിൽ പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുമ്പോൾ നിര്യാതയായി കിടക്കുന്നവരുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് കരയുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തേ അവർ കരയുന്നു? കാരണം എന്താന്ന് ചോദിച്ചാൽ, മരിച്ചുപോയ ഈ വ്യക്തി അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ചെയ്ത അനേക നന്മകൾ മനസ്സിലേക്ക് വരികയാണ്. ഒരു ഓർമ്മകളായിട്ട് പല ജീവിതാനുഭവങ്ങളും സ്നേഹത്തോടെ അവർ ചെയ്തു തന്നത് ഓർമ്മയിലേക്ക് വരുമ്പോൾ അതിനെ ഓർത്താണ് നമ്മൾ പലപ്പോഴും തന്നെ കരയുന്നത്. മരിച്ച വീട്ടിൽ നടക്കുന്ന കരച്ചിൽ അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, കുർബാന അർപ്പണത്തിന്റെ സമയം ഈശോ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഓർത്തെടുത്ത് സന്തോഷാശ്രു പൊഴിക്കേണ്ട സമയമാണ്. ഈശോ എനിക്ക് വേണ്ടി മനുഷ്യനായി, ഈശോ എനിക്ക് വേണ്ടി പരസ്യജീവിതം നടത്തി, ഈശോ എനിക്ക് വേണ്ടി പീഡ സഹിച്ചു, എനിക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിച്ചു, എനിക്ക് വേണ്ടി ഈശോ 3-ാം ദിവസം ഉത്ഥാനം ചെയ്തു. ആ രക്ഷാകര രഹസ്യങ്ങളെ ഓർത്തെടുത്ത് ആനന്ദത്തിൽ നിൽക്കേണ്ട സമയമാണ് കുർബാന അർപ്പണത്തിന്റെ സമയം. അങ്ങനെ നിന്ന് ഞാൻ കുർബാന അർപ്പിക്കുമ്പോൾ എനിക്ക് ഈശോയോടുള്ള സ്നേഹം ആഴപ്പെടും. ഈ തിരുഹൃദയ തിരുനാൾ ദിവസം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു പരിശ്രമം നടത്താം. ഈശോയെ കുറെ കൂടെ സ്നേഹിക്കുമ്പോഴാണ് തിരുഹൃദയ തിരുനാൾ എന്നിലും നിങ്ങളിലും അർത്ഥപൂർണമാകുന്നത്. കുർബാനയിലെ ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല.
ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം.